ദുരൂഹമാണെന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ അവരെ എന്താണ് ആ ദുരൂഹത എന്ന് വിശദീകരിക്കേണ്ടത് അവരാണെന്നേ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇപ്പോഴത് വിശദീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലല്ല, ആ ഘട്ടത്തിൽ വിശദീകരിക്കും. വണ്ടൂരിൽ 5 പേർ മരണപ്പെട്ട അതേ ദിവസം പൊന്നാനിയിൽ പോയി 15 വിഭവങ്ങളോട് കൂടിയുള്ള ആഡംബര സദ്യ കഴിച്ചപ്പോൾ ചിരി വന്നത് ആർക്കായിരുന്നു? കൊച്ചിയിൽ, കോട്ടയത്ത് ഞങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിലും പയ്യാനിത്തോട്ടിലും ഒക്കെ ഒരു വീട് ഇടിഞ്ഞു പൂർണ്ണമായും മണ്ണെടുത്തതിന് ശേഷം മരണപ്പെടേണ്ട വന്ന 2 ആളുകളുടെ മൃതശരീരം കണ്ടെത്തുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട പ്രവർത്തകരും അവിടെയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് മണിക്കൂറുകൾ, ചെറിയ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രിക്ക് എന്തേ തോന്നിയില്ല മണ്ണെടുത്ത മൃതദേഹങ്ങൾ, ദുരന്തത്തിലകപ്പെട്ട പ്രദേശം, അവരെ ഒന്ന് കണ്ടുകളയാം? എന്തേ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ആ കണ്ണീര് കാണാൻ അങ്ങേക്ക് കണ്ണില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ മരണപ്പെട്ട മനുഷ്യരുടെ മൃതദേഹത്തിനും ദുരന്തത്തിനും ദുരിതത്തിനും മുമ്പിൽ എങ്ങനെ ജുവലറി ഉദ്ഘാടനം മുതൽ ഭാര്യാപിതാവിന്റെ സന്ദർശനം മുതൽ ഇല്ലാത്ത ഇൻവെസ്റ്റർ വരെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു? ശ്രീ വി ആർ അനൂപ്, ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം ചോദിക്കുന്ന ഒരു ചോദ്യം, നേരത്തെ ജയിക്കും അത് ഉന്നയിച്ചു. ആരാണ് ഇത്രയും വലിയ നിക്ഷേപകർ? കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തത്ര വലിയ നിക്ഷേപകർ ആരാണ്? എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ, പ്രമുഖ ചിന്തകൻ കൂടിയായ ജേക്സി തോമസ് പറയുന്നത്, എൻ്റെ ഈ ചർച്ച കണ്ട് സ്വാഭാവികമായും ആളുകൾ ചിരിക്കുമെന്നാണ്. തീർച്ചയായും അദ്ദേഹത്തിന് ചിരി വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ചിരിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഒരു കാര്യം അദ്ദേഹം ഓർക്കണം, സമീപകാലത്ത് സലീം കുമാറിനേക്കാൾ കൂടുതൽ മലയാളികളെ ചിരിപ്പിച്ച ഒരാളാണ് ജേക്സി തോമസ്. അതിലേക്കൊന്നും ആര്യ, ഞാൻ എന്നോട് പറഞ്ഞതിന് മറുപടി എനിക്ക് പറയണ്ടേ? എന്നോട് പറഞ്ഞതിന് മറുപടി ഞാൻ പറയണ്ടേ? എന്റെ ചർച്ച കണ്ടു ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അതേ അർത്ഥത്തിൽ പറഞ്ഞോളൂ. അദ്ദേഹത്തിനെതിരെ അധിക്ഷേപകരമായും പറഞ്ഞില്ല. അദ്ദേഹം ബഹുമാന്യനാണെന്ന് പറഞ്ഞു, പ്രമുഖ ചിന്തകനാണെന്ന് പറഞ്ഞു. അല്ലാതെ അദ്ദേഹത്തിനെതിരെ അധിക്ഷേപകരമായി ഒരു വാക്കോ അക്ഷരമോ ഞാൻ പറഞ്ഞില്ലല്ലോ. ജ്യോതിർഘോഷ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നമുക്ക് ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ മണിക്കൂറുകളായിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ, ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ പോലും ഒരുപക്ഷെ നമ്മളെ കാണുന്നും കേൾക്കുന്നും ഉണ്ടാകും. അവരുടെ മുന്നിലേക്ക് നമുക്ക് അതല്ല കൊടുക്കേണ്ടത്. തീർച്ചയായും ആ പൊട്ടിക്കരയുന്ന സമയത്ത് ചിരി വരുന്നുണ്ടെങ്കിൽ ആരുടെ കുഴപ്പമാണെന്ന് പരിശോധിച്ചാൽ മതി. അത് ഞാൻ അതിലേക്ക് വരുന്നില്ല, ഞാനത് നിർത്തി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ ആര് ചോദിച്ച വളരെ പ്രസക്തമായ ചോദ്യം എന്താ? ഈ പറയുന്ന നിക്ഷേപകൻ ആര് എന്നുള്ള ഒരു ദുരൂഹമായ ചോദ്യമാണല്ലോ ജയ്ക്ക് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ അതിനെക്കുറിച്ച് നിങ്ങളത് വെളിച്ചത്ത് കൊണ്ടുവന്നേ. ഈ പറയുന്ന അതിനകത്തൊരു ഷെയ്ഡി ക്യാരക്ടർ ആണെങ്കിൽ നിങ്ങളത് പ്രതിപക്ഷത്തിന്റെ ഒരു നിക്ഷേപത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവരണം. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വളരെ കൃത്യമായി അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ചില ആളുകളെ ഈ നിക്ഷേപത്തിന് ചില ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് പരസ്യമായ മീറ്റിങ്ങുകൾ ഉണ്ടാകും, രഹസ്യമായ മീറ്റിങ്ങുകൾ ഉണ്ടാകും. അത് ദുരൂഹമാണെങ്കിൽ, അതിനകത്ത് സംശയിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, വ്യത്യസ്ത താല്പര്യമുണ്ടെങ്കിൽ ആ പ്രതിപക്ഷത്തിന് ചുമതല. അങ്ങനെ ഉണ്ടായ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ജയിക്കിന്റെ നേതാവായിരുന്ന പിണറായി വിജയൻ ഇവിടുത്തെ ശതകോടീശ്വരന്മാരുമായി ഉണ്ടാക്കിയ നീക്കുപോക്കുകളെ കുറിച്ച് ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ആത്മകഥയിൽ പറയുന്നുണ്ടെന്നേ. അതൊക്കെ പോകട്ടെ, ഇവിടുത്തെ വിദേശ സംഘം ഇവിടെ ചർച്ച ചെയ്യാൻ ഗൾഫിൽ നിന്ന് വന്ന സന്ദർഭങ്ങളിൽ പോലും സ്വന്തം മകളുടെ ബിസിനസിനെ കുറിച്ച് പങ്കാളിത്തത്തെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന് അദ്ദേഹം പിതാവായി നടത്തത്തിൽ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. ഇവിടെ തുടർച്ചയായി അമ്മായി അച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മായി അച്ഛൻ എന്ന് പറയുന്ന ഒരു അശ്ലീലമാണെന്നുള്ള വിചാരമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ പല അമ്മായി അച്ഛന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഈ ചർച്ച അങ്ങ് പറഞ്ഞതുപോലെ ആ നിലവാരത്തിലേക്ക് ഒരു കാര്യം ആര്യ, ഇവിടെ അദ്ദേഹം പറഞ്ഞതിന് അതിനുള്ള മറുപടി മാത്രമാണ് പറയുന്നത്. എനിക്ക് ചർച്ചയെ ആ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഒരു ആഗ്രഹമില്ല. ഞാൻ പറയുന്നത് എന്താ, കേരളത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റിന്റെ പാളിച്ചകൾ എന്ത് എന്ന് അക്കമിട്ട് നിർത്തട്ടെ, ഞങ്ങളത് പറയാം. പിന്നെ അദ്ദേഹം പറയുന്നത് എന്താ, പല ക്യാമ്പുകളിലും അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. പല ക്യാമ്പുകളിലും അസംതൃപ്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ബിജിലി മോന്മാർ ഇവിടെ എന്താ പറഞ്ഞത്? ഒരു സാധു സ്ത്രീ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞത്, ഒരു കുഴപ്പമില്ല, അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗം ആ മോൻ വന്ന് പറഞ്ഞു. അങ്ങനെ പല മോന്മാരും അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നേ. അതാണ് ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇത്ര വലിയ ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും അവിടെ അസംതൃപ്തി ഉണ്ടാക്കാൻ, ഈ ക്യാമ്പുകളെ കലാപഭൂമിയാക്കാനുള്ള കൃത്യമായ അജണ്ടകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടേണ്ടത്. ഞങ്ങൾ പറയുന്നത് എന്താ, ഗവൺമെന്റിന് പരാജയമുണ്ട്. ഈ ഏരിയയിൽ ഗവൺമെന്റ് പരാജയപ്പെട്ടു, ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫെയിലിയർ ആണ്, ചൂണ്ടിക്കാണിക്കൂ. ഈ കാര്യങ്ങളിൽ ഏകോപനമില്ല, എത്തിയിട്ടില്ല. അതിന് പകരം ചർച്ചകൾ ഇങ്ങനെ പോകുന്നു, ചില ആളുകളെ കൊണ്ട് ഇങ്ങനെ വ്യാപകമായി പറയിപ്പിക്കുന്നു. ചർച്ചയുടെ ഗതി മാറ്റുന്നതും ദിശ മാറ്റുന്നതും ആരാ? ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, കുറെ കൂടി നന്നായി ഗൃഹപാഠം ചെയ്യുന്ന, ഞാൻ ഡോഗ് ഹോട്ട് എന്ന് പറഞ്ഞ ദേശാഭിമാനിയെ കളിയാക്കാനല്ല,
ഇവിടെ പറഞ്ഞത് എന്താ? അതേ ഭാഷയിൽ ഈ പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കാപ്പിക്കടയാണെന്ന് തെറ്റിദ്ധരിക്കാത്ത നിലവാരമുള്ള വിമർശനം കേരളത്തിലെ ഭരണപക്ഷവും മാത്രമല്ല ജനങ്ങളും അറിയിക്കുന്നുണ്ട്. പ്രതിപക്ഷം ആ ജോലി നിർവഹിക്കണം. നിങ്ങൾ ആ കാര്യം ചൂണ്ടിക്കാണിക്കണം. താങ്കളുടെ നിലവാരമുള്ള വിമർശനം എന്ന് പറഞ്ഞു. ഇന്ന് MLA, കേരള നിയമസഭയുടെ MLA ആയിരിക്കുന്ന ശ്രീ VT ബൽറാം 7 വർഷം മുൻപ് ഈ സർക്കാർ ഹെലികോപ്റ്റർ വാങ്ങുന്ന അതിനെക്കുറിച്ച് ആലോചിച്ച സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഇദ്ദേഹം വിജയനാണോ അതോ ജയനാണോ? ഒരു ഹെലികോപ്റ്റർ കിട്ടിയിരുന്നുവെങ്കിൽ നീളമുണ്ടേ 7-8 പേരെ വെടിവെച്ച് കൊല്ലാമായിരുന്നു. കാമ്പുള്ള വിമർശനമാണോ? അല്ലേ, ആ ഹെലികോപ്റ്റർ വാങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനം ആ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കരാർ കാലാവധിയിലാണ്. ആ കരാർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പണം എണ്ണി കൊടുക്കുകയാണെന്നേ. പണം എണ്ണി കൊടുക്കാത്തൊരു സംഭവം പുറപ്പുറത്ത് തൂക്കണോ? ഇവിടെ സംസ്ഥാനത്തിന്റെ ഖജനാവ് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് ഉപയോഗിച്ചു. പുറപ്പുറത്ത് തൂക്കണ്ട. റാന്നിയിൽ പോകാം, കോന്നിയിൽ പോകാം, അടൂര് പോകാം, കുട്ടനാട് പോകാം. അല്ല, പോകേണ്ട സ്ഥലത്ത് പോകുന്നേ. ഇവിടെ കൃത്യമായി ഇതിനകത്ത് കരാർ കാലാവധി കഴിഞ്ഞ് ഇത് നീട്ടുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു കേരളത്തിലെ കോൺഗ്രസ് സർക്കാർ നീട്ടുന്ന സമയത്ത് അന്നൊരു ചർച്ച നടത്തുകയാണെങ്കിൽ ആരും എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാന്നേ. കഴിഞ്ഞ ദിവസം ഇതേപോലെ കോൺഗ്രസിന് ഒരു വക്താവ് ശ്രീ വസന്ത് ശ്രീയൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, PM ശ്രീയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഞാൻ വന്നിരിക്കാം. ഇതിപ്പം ഹെലികോപ്റ്ററുടെ കാര്യത്തിൽ ഇനി നീട്ടാൻ തീരുമാനിച്ചാൽ ശ്രീ അനൂപ് വന്നിരിക്കാം എന്ന്. ഇതിപ്പം ഈ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിമർശിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ തുടരുകയാണ്. പിന്നീട് വന്നാൽ അടുത്ത ചർച്ചയിൽ വന്ന് പറയാം. തുടരുന്നു എന്ന് എങ്ങനെയാണ് ഇപ്പൊ പറയാൻ കഴിയുക? അതിനകത്ത് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നാ. അങ്ങനെ സംഭവിക്കുന്ന പക്ഷെ അതിനെ അഭിമുഖീകരിക്കാൻ, അഡ്രസ് ചെയ്യാൻ, അന്ന് ഉയരുന്ന വാദമുഖങ്ങളെ, വിമർശനങ്ങളെ പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നത് അതിന് പോസിറ്റീവായിട്ടില്ല കണ്ടത്. ശരി, അപ്പോഴും ഹെലികോപ്റ്റർ നിക്ഷേപവും ക്ലിയർ ആയില്ല. അല്ല, ക്ലിയർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, ഒരു നിക്ഷേപക സംഘത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആ നിക്ഷേപക സംഘം എന്ന് പറയുന്നത് ദുരൂഹമാണെന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ അവരെ എന്താണ് ആ ദുരൂഹത എന്ന് വിശദീകരിക്കേണ്ടത് അവരാണെന്നേ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഇപ്പോഴത് വിശദീകരിക്കാൻ കഴിയുന്ന ഘട്ടത്തിലല്ല, ആ ഘട്ടത്തിൽ വിശദീകരിക്കും. എല്ലാ ഗവൺമെന്റ് പ്രോസസ്സും അതല്ല. അദ്ദേഹം ഒരു കാര്യം കൂടി ബഹുമാന്യനായ ജയ്ക്ക് പറഞ്ഞു, ഇതൊക്കെ ബ്യൂറോക്രാറ്റ്സ് ചർച്ച നടത്തുന്നതാണെന്ന്. എല്ലായിടത്തും അങ്ങനെയാണോ? ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇടപെടുന്നില്ലേ? പിണറായി വിജയൻ സംരംഭകരായിട്ട് ചർച്ച നടത്തിയിട്ടില്ലേ? അപ്പൊ ബ്യൂറോക്രാറ്റ്സ് ഇടപെടുന്ന ഘട്ടത്തിൽ ബ്യൂറോക്രാറ്റ്സ് ഇടപെടും. അതൊന്നും ദുരൂഹമാക്കി ഒളിപ്പിച്ച് വെക്കില്ല. കരാർ എഴുതുമ്പോൾ അത് രഹസ്യമായി കരാർ വെക്കില്ല. ഇവിടെ കൃത്യമായി ജനങ്ങളോട് പറയും. പറയേണ്ട ഘട്ടത്തിൽ പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ അത് പറയേണ്ട ഘട്ടമായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എന്തിനു വിശ്വാസത്തിലെടുക്കാതിരിക്കാനാണ് ചോദിക്കുന്നത്. ശ്രീ ജെയ്സി തോമസ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലാത്തത്? അതെ, ഞാൻ ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് തന്നെ വരികയും ചെയ്യാം. പക്ഷേ കോൺഗ്രസിന്റെ ബഹുമാനീയനായ പ്രതിനിധി സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഒപ്പോൾ ചില ശ്രദ്ധേയമായ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനീയനായ കോപ്പാനലിസ്റ്റ് കൂടിയായിട്ടുള്ള ബഹുമാന്യ മാധ്യമ പ്രവർത്തകർ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തു. അദ്ദേഹം സംസാരിച്ചാരംഭിച്ചത് എനിക്ക് തോന്നുന്നു കണ്ണൂർ പെരിങ്ങോത്ത് ചെറുപുഴയ്ക്ക് സമീപം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടവേ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി മരണാസന്നനായി നിൽക്കുന്ന മറ്റൊരാൾക്ക് നൽകുകയും അതിനെ തുടർന്ന് ഒരു തരത്തിൽ രക്തസാക്ഷിത്വം വരികയും ചെയ്യേണ്ട വന്ന രാജേഷിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞാരംഭിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഈ സംവാദത്തിൽ ഞാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉന്നയിച്ചതാകെ അങ്ങേയറ്റം ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ സങ്കുചിത രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്നൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തി. അതിനോട് വിയോജിക്കാതെ തരമില്ല. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വ്യക്തിപരമായി ആക്ഷേപിച്ചു എന്ന്. ഞാൻ നല്ല ഉത്തമ ബോധ്യത്തോടുകൂടെ പറയട്ടെ, വേണമെങ്കിൽ ആ ഭാഗം ഒന്നുകൂടെ പ്ലേ ചെയ്താൽ അദ്ദേഹത്തിന്റെ സംശയം ദൂരീകരിക്കപ്പെടും. ഞാൻ പറയുന്നു, ഇതിനെ സംബന്ധിച്ചുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചേ അല്ല. കോൺഗ്രസിന്റെ രാഷ്ട്രീയ അഭിപ്രായം പരിഹാസ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെന്റെ രാഷ്ട്രീയ വിമർശനമാണ്. അത് ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എൻ്റെ രാഷ്ട്രീയ വിമർശനം, കോൺഗ്രസിന്റെ രാഷ്ട്രീയ അഭിപ്രായം ഈ കാര്യത്തിൽ യുക്തിസഹമല്ല, പരിഹാസ്യമാണ് എന്ന രാഷ്ട്രീയ വിമർശനത്തെ അദ്ദേഹം നേരിട്ടത് എന്താണ്? അദ്ദേഹം ഏതോ ചലച്ചിത്ര താരത്തെയൊക്കെ ആയിട്ട് എന്നെ വ്യക്തിപരമായി ഉപമിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ നിലവാരം. ഞാൻ അദ്ദേഹത്തെ ആരുമായും ഉപയോഗിക്കാൻ തയ്യാറല്ല. അദ്ദേഹത്തിന്റെ പേര് പോലും എടുത്ത് ഈ ചർച്ചയിലെന്നല്ല, ഒരു സംവാദത്തിലും പറയാറില്ല. ഈ ചർച്ചയിൽ ഒട്ടും, വിശേഷിച്ച് ഇദ്ദേഹത്തിന്റെ ഞാൻ പറയാനൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ചർച്ചയുടെ പൊതുമെറിട്ടിലേക്ക് വരാം. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വീണ്ടും അദ്ദേഹം നിക്ഷേപകനെ സംബന്ധിച്ചൊക്കെ പറയുകയാണ്, ഞാൻ അമ്മായി അച്ഛനെ കാണാൻ പോയി എന്ന പ്രയോഗം എന്തോ ഒരു അശ്ലീല പ്രയോഗമാണ് എന്ന നിലയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞാൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ്, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ ഭാര്യ പിതാവിന്റെ പേര് വേലായുധൻ എന്നുള്ളതാണ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം സ്വാഭാവികമായും പ്രായാധിക്യമുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാഞ്ഞത്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം ബന്ധത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അമ്മായി അച്ഛൻ. ഒരു അശ്ലീലമാണോ? മുഖ്യമന്ത്രി VD സതീശൻ ഒരു അശ്ലീലമാണോ? ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗം എന്താണ് എന്ന്
കോൺഗ്രസ് പ്രതിനിധിയുടെ അവസരത്തിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് മുൻകാല പ്രാബല്യത്തോടെ പിൻവലിക്കാനോ അല്ലെങ്കിൽ അതിൽ അശ്ലീലമുണ്ടെങ്കിൽ അമ്മായിയച്ചനിലോ വി ഡി സതീശനിലോ മുഖ്യമന്ത്രിയിലോ ആ സന്ദർശനത്തിലോ അശ്ലീലമുണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന അശ്ലീലത്തെ മുൻനിർത്തി ഞാൻ ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറാണ്. ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഹെലികോപ്റ്ററിൽ പോയി എന്നുള്ളതും അദ്ദേഹം ഈ സ്വകാര്യ ആശുപത്രിയിൽ തന്റെ ഭാര്യാപിതാവായ വേലായുധനെ സന്ദർശിച്ചു എന്നുള്ളതും നഗ്നമായ ഒരു യാഥാർത്ഥ്യമായി, ആരാലും നിഷേധിക്കപ്പെടാത്ത ഒരു യാഥാർത്ഥ്യമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് നിൽക്കുന്നിടത്തോളം കാലം കൊച്ചിയിലെ ഇൻവെസ്റ്ററുള്ള കൊച്ചിയും മാറി മാറി പറയുന്ന നുണ പറയുന്ന പ്രതിവാര നുണപറയൽ പരിപാടിയായി അധപ്പതിപ്പിക്കാനുള്ള വാർത്താ സമ്മേളനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നുണ പറയുന്നത് ആരായാലും, അത് ഏത് വലിയ പൊന്നുതമ്പുരാനായാലും, ഇനി 10 മുഖ്യമന്ത്രിമാരുടെ വലിപ്പമുള്ള ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെങ്കിലും അദ്ദേഹം ദയാരഹിതമായി ചോദ്യം ചെയ്യപ്പെടും. ചോദ്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നത് എന്താണ്? അദ്ദേഹം നമ്മുടെ ഈ തർജിമയിലെ തെറ്റിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം ഒരു മുഴുവൻ സമയവും സംപ്രേഷണം അവസാനിപ്പിക്കേണ്ട വന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക മാധ്യമത്തെ സംബന്ധിച്ച് അദ്ദേഹം മിണ്ടിയതേയില്ല. അദ്ദേഹം വീണ്ടും വിമർശിക്കാൻ ശ്രമിക്കുന്നത് ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ മുൻനിർത്തിയിട്ട് പിണറായി വിജയനെയാണ്. ആ ബെർലിൻ മരണപ്പെടുന്ന സമയത്ത് അങ്ങേക്ക് സമീപകാല ചരിത്രം ഓർക്കുന്നില്ലെങ്കിൽ അങ്ങേ ഞാൻ ഓർമ്മിപ്പിക്കാൻ തയ്യാറാവുകയാണ്. ആ ബെർലിൻ മരണപ്പെടുന്നതിന് മുമ്പ് ഏറ്റവും ഔത്സുക്യത്തോടു കൂടെ ആവശ്യപ്പെട്ടത് എന്താണ്? താൻ മരണപ്പെടുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഒടുവിൽ കാണേണ്ട രാഷ്ട്രീയ നേതാവിന്റെ പേര് ആരാണെന്ന് എന്ന് ചോദിച്ചപ്പോൾ ആ കണ്ണൂരുകാരനായ ബെർലിൻ പറഞ്ഞത് അത് പിണറായി വിജയനെ കാണണമെന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലില്ലേ? പിന്നെ മാധ്യമ പ്രവർത്തകൻ ഈ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഇതിനകത്തെ എഫിഷ്യൻസിയെ സംബന്ധിച്ചും അക്കൗണ്ടബിലിറ്റിയെ സംബന്ധിച്ചും ട്രാൻസ്പെറൻസിയെ സംബന്ധിച്ചും പ്രയോറിറ്റിയെ സംബന്ധിച്ചുമാണ് ഞാൻ ചോദ്യം ഉയർത്തിയത്. അങ്ങ് ചോദിച്ചല്ലോ കോൺഗ്രസ് പ്രതിനിധി ഒരു ഭാഗം എന്താണ്? രാജേഷിന്റെ മരണം സൃഷ്ടിക്കുന്ന ഒരു വേദനയിൽ നമ്മൾ നിൽക്കുമ്പോൾ ചിരി വരുന്നത് ആർക്കാണ്? എനിക്കാണോ ചിരി വന്നത്? അങ്ങ് കണ്ടില്ലേ ആ മരണം ഉണ്ടായ സമയത്ത് വണ്ടൂരിൽ 5 പേർ മരണപ്പെട്ട അതേ ദിവസം പൊന്നാനിയിൽ പോയി 15 വിഭവങ്ങളോട് കൂടിയുള്ള ആഡംബര സദ്യ കഴിച്ചപ്പോൾ ചിരി വന്നത് ആർക്കായിരുന്നു? കൊച്ചിയിൽ കോട്ടയത്ത് ഞങ്ങളൊക്കെ ഈരാറ്റുപേട്ടയിലും പയ്യാനിത്തോട്ടിലും ഒക്കെ ഒരു വീട് ഇടിഞ്ഞു പൂർണ്ണമായും മണ്ണെടുത്തതിന് ശേഷം മരണപ്പെടേണ്ട വന്ന 2 ആളുകളുടെ മൃതശരീരം കണ്ടെത്തുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട പ്രവർത്തകരും അവിടെയുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് മണിക്കൂറുകൾ, ചെറിയ മണിക്കൂറുകളുടെ മാത്രം വ്യത്യാസത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയ മുഖ്യമന്ത്രിക്ക് എന്തേ തോന്നിയില്ല മണ്ണെടുത്ത മൃതദേഹങ്ങൾ ദുരന്തത്തിലകപ്പെട്ട പ്രദേശം അവരെ ഒന്ന് കണ്ടുകളയാം? സ്വകാര്യ ജുവലറിയുടെ ഉദ്ഘാടനമല്ല, ദുരന്തത്തിനിരയാക്കപ്പെട്ട മനുഷ്യരാണ് എനിക്ക് പ്രധാനം. ആ പ്രയോറിറ്റി എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വന്നില്ല? അതൊരു ചോദ്യമല്ലേ? എല്ലായ്പ്പോഴും പ്രസക്തമായ ചോദ്യമല്ലേ? നിങ്ങളുടെ പ്രയോറിറ്റി ആര്? കോൺഗ്രസിന്റെ കൂടെ എല്ലായ്പ്പോഴും നിങ്ങളുടേതെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആളാണത് ഗാന്ധിയുടെ പ്രസിദ്ധമായ ഒരു മറുപടി നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരു തത്വശാസ്ത്രവുമല്ല. ഗാന്ധി പറഞ്ഞത് ഈ നാട്ടിലെ ഏറ്റവും നിസ്വരായ മനുഷ്യരുടെ മുഖമായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ എന്റെ മനസ്സിൽ. മുഖ്യമന്ത്രി സ്വകാര്യ ജുവലറി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് മലപ്പുറത്ത് 7 അതേപോലെ കോട്ടയത്ത് 3 ആളുകൾ മരണപ്പെടുന്ന സമയത്ത് എങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ സാധാരണക്കാർ പ്രകൃതി ദുരന്തത്തിന് മുമ്പ് മരിച്ചു വീഴുന്ന സമയത്ത് എങ്ങനെ ചിരിച്ചുകൊണ്ട് സ്വകാര്യ ജുവലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ച 15 വിഭവങ്ങളോട് കൂടിയുള്ള ആഡംബര സദ്യ എങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ കഴിയുന്നു? നിങ്ങളുടെ പ്രയോറിറ്റി ആര്? ദുരന്തത്തിലകപ്പെട്ട കേരളത്തിലെ മനുഷ്യരാണോ? കുട്ടനാട്ടിലെ മുതലപ്പുഴയിലെ അതോടൊപ്പം തന്നെ തോട്ടപ്പള്ളിയിൽ പൊഴി മുറിക്കാത്തതിനെ തുടർന്ന് അകപ്പെട്ട ദുരന്തത്തിന്റെ ഭാഗമായി ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളാണോ നിങ്ങളുടെ പ്രയോറിറ്റി? അല്ല എന്നുള്ളതാണ് പറയുന്നത്. കുട്ടനാട് MLA മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായത് എന്താണ്? ഒറ്റവാചകോട് പറയാൻ അങ്ങനെ അനുവദിക്കണം. മുതലപ്പുഴയിൽ ദുരന്തത്തിനിരയായ ജോണിന്റെ മകനും മകളും എന്ന് പറയുന്നത് എന്താണ്? ആരാണ് പ്രയോറിറ്റി? അതല്ലേ ചോദിച്ചത്. അങ്ങ് ഹെലികോപ്റ്ററിൽ ഏതോ ദൂരത്തേക്ക് പറക്കുന്നു. MSC കപ്പലിൽ ഈ മുതലപ്പുഴയ്ക്ക് സമീപം ദുരിതമുണ്ടായപ്പോൾ 14 മണിക്കൂറിൽ അവിടെ ഇന്ത്യൻ നേവി ഫോഴ്സിന്റെ അടക്കമുള്ള രക്ഷാകർതൃ സേന അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. എന്തേ ദിവസം 5 ആകാൻ വേണ്ടി പോകുന്നു? ഇവരുടെ ആരോഗ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? അതിപ്പോ കടലിലൊക്കെ പോയാ ദിവസം കുറെ എടുക്കും, അതുകൊണ്ട് കണ്ടെത്തൽ ഇച്ചിരി പ്രയാസമാണ്, കണ്ടെത്തൽ ഇത്തിരി വൈകും അല്ലേ? അതേ ആരോഗ്യമന്ത്രി പൊതുച്ചോർ കൊടുക്കുന്നത് മെഡിക്കൽ കോളേജിൽ അവസാനിപ്പിക്കണമെന്നത് അതേ ആരോഗ്യമന്ത്രി ഇന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോയി താലൂക്ക് ആശുപത്രിക്കുള്ളിൽ കോൺഗ്രസിന്റെ കൊടികെട്ടിയ സംഘടനകളുടെ സ്വീകരണം ഏറ്റുവാങ്ങി വരികയാണ്. ഇതൊക്കെ കാണുന്ന മനുഷ്യർ ഇവർക്ക് വോട്ട് ചെയ്ത മഹാഭൂരിപക്ഷമാണല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം എന്താണ്? ഒറ്റവാചകോടെ ബിജിലി മോൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകനെ നോക്കിയിട്ട് ഇങ്ങനെ കുറെ മോന്മാർ അല്ലേ, അതാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. ഞാനൊരു അശ്ലീലതയും ആരോപിക്കുന്നില്ല കേട്ടോ. അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസിന്റെ നിലവാരമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങ് നിർത്തിയാൽ മതി. ഇല്ലെങ്കിൽ ഇത് ഒരു അലങ്കാരമായി അങ്ങ് തുറന്നുകൊള്ളുക. ആ അമ്മ ഇന്നലെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എന്താണ്? എന്റെ മകൾ പഞ്ചായത്ത് ഓഫീസിലെ സ്റ്റാഫാണ്, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യവും പറയരുത്. പക്ഷേയോ 2018 ഞാൻ ക്യാമ്പിലായിരുന്നു. ആ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എങ്ങനെയാണ്
തിരുവോണം ആഘോഷിക്കാൻ പോകുന്നത് പോലെയാണ് ആ ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. 2026 പ്രളയത്തിന്റെ ഘട്ടത്തിലോ ചോദിക്കുന്നത് UDF-ന്റെ അനൗദ്യോഗിക മാധ്യമ സ്ഥാപനവും മാധ്യമ പ്രവർത്തകരും ആ മൈക്കുമാണ്. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ഒന്നുമില്ല. ഇതേ സ്ത്രീ, അതേ അമ്മ നമ്മുടെ മുമ്പിൽ പറഞ്ഞതാണ്. എന്തേ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ആ കണ്ണീര് കാണാൻ അങ്ങേക്ക് കണ്ണില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ മരണപ്പെട്ട മനുഷ്യരുടെ മൃതദേഹത്തിനും ദുരിതത്തിനും മുമ്പിൽ എങ്ങനെ ജുവലറി ഉദ്ഘാടനം മുതൽ ഭാര്യാപിതാവിന്റെ സന്ദർശനം മുതൽ ഇല്ലാത്ത ഇൻവെസ്റ്റർ വരെ നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ തോന്നുന്നു? അതാണ് പ്രശ്നം. ശരി.